നമുക്കെല്ലാം സ്വാഗതം പറഞ്ഞ അഡ്വക്കേറ്റ് എം ലിച്ചു, ബഹുമാന്യത്തിലുമൊക്കെ ആ ചിന്താഗതി അത് ഒരു സാമ്രാജ്യത്വ സാമ്പത്തിക നയത്തിൻ്റെ സാമൂഹ്യ നയത്തിൻ്റെ സംഭാവനയാണ്. ഉദാരവൽക്കരണം. ആ ഉദാരവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ചരിത്രത്തെ വിസ്മരിക്കുക എന്നുള്ളതാണ്. ഇന്നുള്ളതിന് മാത്രം പ്രാധാന്യം കൊടുക്കുക, നാളെ എന്തുമാവട്ടെ. എപ്പിക്യൂറിയൻ ഫിലോസഫി എന്ന ഒരു പലതരം ഫിലോസഫികളുണ്ടല്ലോ. എപ്പിക്യൂറിയൻ ഫിലോസഫി എന്നൊരു ഫിലോസഫിയുണ്ട്. അത് ഒമർ ഖയ്യാമിൻ്റെ കവിതയിൽ കാണാം. അതിൽ പറയുന്നത് ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി, ടുമോറോ ഈസ് നോട്ട് അവേഴ്സ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ നമ്മുടേതല്ല. കഴിഞ്ഞ നാളുകളെ പറ്റി ഓർമ്മ തന്നെ ഇല്ല. നാളെ നമ്മുടേതല്ല. നമ്മൾ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഈ ഫിലോസഫി എന്ന എപ്പിക്യൂറിയസിൻ്റെ പേര് പോലും അറിയാത്തവർ ഈ ഫിലോസഫിയെ ആലിംഗനം ചെയ്യുക മാത്രമല്ല, ഈ ഫിലോസഫി അവരെ ആഗിരണം ചെയ്തിരിക്കുകയാണ്. കേരളവും ഇതിനൊട്ടും അപവാദമല്ല. ഇതേപ്പറ്റിയൊക്കെ ആഴത്തിലുള്ള ചർച്ചകളോ ചിന്തകളോ കുറവായ ഒരു സാഹചര്യത്തിലാണ് ഇതേപ്പറ്റി കൂടിയൊക്കെ പറയാൻ ഇവിടെ ഒരു അവസരം KPCC ഉണ്ടാക്കിയിരിക്കുന്നു. ഈ സംഗമത്തിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ ആശയ സങ്കര സംഗമമെന്നാണ്. ആശയസാഗര സംഗമം, ആശയങ്ങളാകുന്ന മഹാസമുദ്രങ്ങളുടെ സംഗമം എന്നർത്ഥം. വളരെ നല്ലൊരു പേരാണ്. കാരണം ആശയങ്ങളൊരു സമുദ്രം പോലെയാണ്. കാണാനാവാത്തതും അളക്കാനാവാത്തതുമായ വലിയ പെരുമയുള്ള ഒന്നാണ്. വളരെ ഫിലോസോഫിക്കലായ, വളരെ താത്വികമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ഘട്ടങ്ങളിൽ കൂടി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യയുടെ അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യ സമര വിപ്ലവത്തിലൂടെ ഇന്ത്യയെ പരിവർത്തനത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച, നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയും സത്യത്തെ സ്വാംശീകരിച്ച് ഭൗതികവും ആധ്യാത്മികവുമായ ജീവിതവൃത്തിയെ സംയോജിപ്പിച്ച് മാനവ ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് പറഞ്ഞ മഹാഗുരുവും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് ഇങ്ങനെ ഒരു സാഗരൂപമായ ഒരു പേര് കൊടുത്തതും വളരെ അന്വർത്ഥമായ പേര് കൊടുത്താണ്. ആരാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം നല്ലൊരു ഫിലോസഫറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രവിയാണോ? ഇപ്പം ഈ ഇരിക്കുന്നതിൽ ഞങ്ങൾ കൂടുതൽ ആലപ്പുഴക്കാരാണ്. ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ്. ലിജു ആലപ്പുഴയാണ്, രമേശ് ചെന്നിത്തല ആലപ്പുഴയാണ്, ബാലൻ സാർ ആലപ്പുഴയാണ്, ഞാൻ ആലപ്പുഴയാണ്. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് ഇദ്ദേഹം നിരവധി വർഷം ആലപ്പുഴയാണ്. അപ്പോൾ ഞങ്ങളിവിടെ അതൊരു മുൻകൂട്ടി ആലോചിക്കാത്തൊരു കാര്യമാണ്. ഏതായാലും നിങ്ങളുടെ സമ്മേളനത്തിൽ വരാൻ ആലപ്പുഴക്കാർ ധാരാളം പേരുണ്ടല്ലോ എന്നുള്ളതും വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് താത്വികമായൊരു ബേസിസിലാണ് ഇവിടെ ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുള്ളത്. അതങ്ങേയറ്റം ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്ന കാര്യം പറയുകയുണ്ടായി. ശ്രീനാരായണ ഗുരു ഭൗതിക ജീവിതത്തെയും ആധ്യാത്മിക ജീവിതത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യജീവിതം സാധ്യമാവൂ, അല്ലെങ്കിൽ അത് ആനന്ദപൂർണമാവൂ എന്ന് പറഞ്ഞ ആളാണ്. ജ്ഞാനത്തിലും ആനന്ദം കണ്ടെത്തിയാലാണ് മഹാഗുരു. ജ്ഞാനമാനന്ദം എന്നുള്ള ഭാരതീയമായൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മഹാത്മജി രാഷ്ട്രീയ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യത്തെ നയിക്കാനും പരിവർത്തനത്തിനും അദ്ദേഹം രാഷ്ട്രീയമായി പരിശ്രമിച്ചതോടൊപ്പം, രാഷ്ട്രപിതാവായതോടൊപ്പം നിരന്തര സത്യാന്വേഷണ പരീക്ഷകൾ നടത്തുന്നയാളായിരുന്നു. അവിടെ
രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള അടിസ്ഥാനത്തിൽ ഗാന്ധിജി മുന്നിട്ട് നിൽക്കുമ്പോൾ സത്യത്തെ നേരത്തെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആവശ്യമില്ലാതെ സത്യത്തെ നേരത്തെ തന്നെ സ്വാംശീകരിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. അക്കാര്യത്തിൽ അദ്ദേഹമാണ് മുമ്പിൽ നിൽക്കുന്നത്. രണ്ടുപേർക്കും പൊതുവായിട്ടുള്ള ഗുണവിശേഷങ്ങളുണ്ട്. രണ്ടുപേർക്കും അവരുടേത് തനതായിട്ടുള്ള വ്യക്തിവിശേഷങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുമുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കാനല്ല ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ചാതുർവർണ്ണ സമ്പ്രദായത്തിൽ ഗാന്ധിജി വിശ്വസിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ജാതി വ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് അയിത്തത്തോടൊന്നുമുള്ള താല്പര്യം കൊണ്ടല്ല, അയിത്തോച്ചാടനം അദ്ദേഹമാണ് തുടങ്ങിയത്. അത് അയിത്തോച്ചാടനം കുറ്റകരമാണ്, നമ്മുടെ ഭരണഘടനയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുപോലെ സാഹോദര്യം, ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് സാമ്പത്തിക ശ്രേണിയായാലും സാഹോദര്യം എന്നുള്ളത് അദ്ദേഹം മാനവികമായി ഉയർത്തിപ്പിടിച്ച കാര്യമാണ്. അതും ഭരണഘടനയുടെ ഫ്രറ്റേണിറ്റി എന്ന പ്രിയാമ്പിളിൽ തന്നെ ആ വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും ജാതിയെ മാറ്റി നിർത്താനോ ജാതിയെ മോശമാക്കണോ എന്ന് ആഗ്രഹമില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ 33 കേന്ദ്രങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചെന്ന് പറഞ്ഞു. 5 തവണയാണ് വന്നത്. 1920-ലും 25-ലും 34-ലും 36-ലും 37-ലും വന്നു. ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചപ്പോൾ രണ്ടാമത്തെ സന്ദർശനത്തിനാണ് ശ്രീനാരായണ ഗുരുവുമായി സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ ശിവഗിരി അദ്ദേഹം 2 തവണ കൂടി വന്നു. ഗുരുദേവനുമായി കണ്ട ദിവസം അദ്ദേഹം അവിടെ രാത്രി താമസിക്കുകയും അടുത്ത ദിവസം രാവിലെ അദ്ദേഹം വിപുലമായ ഒരു ജനവിഭാഗത്തോട് പ്രസംഗിക്കുകയൊക്കെ ചെയ്തതായി ചരിത്രം പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസെ കൊണ്ട് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കംപ്ലീറ്റ് ട്രാൻസ്ഫോംഡ് എന്നാണ്. ജീവിതം തന്നെ പരിപൂർണമായും പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നാണ്. മാവിലെ ഇലകളെപ്പറ്റി ഇവിടെ ലിജു പറയുകയുണ്ടായി. പല ജാതി നിലനിൽക്കുന്നതിനെ സാധൂകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗാന്ധിജി ശ്രീനാരായണ പറയുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് ഗാന്ധിജിക്കറിയാം. അപ്പോൾ ഒരു മാവിൽ പലതരം വലിപ്പമുള്ള ഇലകളുണ്ട്. അതുപോലെ മനുഷ്യർ പലതരക്കാരായ മനുഷ്യരുള്ള കാലത്തോളം പല ജാതികളും ഉണ്ടാവുമെന്ന് പറയുകയും ഇവിടെ പറഞ്ഞ പോലെ തന്നെ പക്ഷേ എല്ലാ ഇലകളുടെയും സാരാംശം അതിൻ്റെ സ്വാദം ഒന്ന് തന്നെയാണ്. പല മതമേകസാരമാവെന്ന് ദൈവദശകത്തിൽ അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അപ്പോൾ അവിടെയെല്ലാം ഫിലോസോഫിക്കലായി ശ്രീനാരായണ ഗുരു കുറച്ചുകൂടി ഗാന്ധിയേക്കാൾ മുകളിൽ നിൽക്കുകയാണ്. പ്രപഞ്ചാന്വേഷണത്തിൻ്റെ സത്യത്തിൽ ശ്രീനാരായണ ഗുരു മുകളിലാണ്. രാഷ്ട്രീയ മാറ്റങ്ങളുടെ ആ അവസ്ഥ നോക്കുമ്പോൾ ഗാന്ധിജി മുമ്പിലാണ്. രണ്ടും മാനവരാശിക്ക് ഒരുപോലെ ആവശ്യമാണ്. അവർ രണ്ടുപേരും തമ്മിൽ ആ കാര്യത്തിൽ പരസ്പരം ബോധ്യപ്പെടാനും യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഓരോ മഹാത്മാവിനും ആ മഹാത്മാവിൻ്റെ സവിശേഷത കാണും, വൈരുദ്ധ്യങ്ങളും കാണുമെന്നുള്ളതാണ്. ദ ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായൊരു ഗ്രന്ഥമുണ്ട്. ജർമ്മൻ തത്വശാസ്ത്രജ്ഞ ഫിലോസഫറായിരുന്ന ഒരു മഹാനായ മനുഷ്യനാണ് അത് എഴുതിയിട്ടുള്ളത്, തോമസ് കാർലൈൽ. അതിൽ അദ്ദേഹം ലോകത്ത് അതുവരെ ഉണ്ടായിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ നായകന്മാരെ പറ്റി 6-7 പേരെ പറ്റിയാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ജർമ്മനിയിൽ തന്നെ ജനിച്ച കാർൽ മാർക്സ് ലോകത്തെ ഏറ്റവും വലിയ ദാർശനികനും വിപ്ലവകാരിയുമാണെങ്കിലും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തോട്, വൈരുദ്ധ്യാദർശ ഭൗതികവാദത്തോട് ഈ പറയുന്ന എഴുത്തുകാരന് താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ഒരു കുറവ് മാത്രമേ അതിനകത്തുള്ളൂ. അത് ഗാന്ധിജിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 9 പേരിൽ. എബ്രഹാം ലിങ്കണെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ജീസസ് ക്രൈസ്റ്റിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മുഹമ്മദ് നബിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കുന്ന മധ്യകാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഫ്രാൻസിൻ്റെ വീരവനിതയായ ജോവൻ ഓഫ് ആർക്ക് ജീവനോടവരെ എന്ന ഭരണാധികാരികൾ ദഹിപ്പിച്ചു കളഞ്ഞു. അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെപ്പോളിയനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഗാന്ധിജിയുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് വെളിയിലും ഗാന്ധിജി അങ്ങേയറ്റം
പഠിക്കപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ വിശ്വപൗരനായിരുന്നു അദ്ദേഹം. നമ്മളിപ്പോൾ എവിടെങ്കിലും രണ്ട് രാജ്യത്ത് അംബാസഡറായി കഴിഞ്ഞാൽ ഉടനെ വിശ്വപൗരൻ എന്ന് പേരൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പം ചിരിക്കാൻ വേണ്ടി നമുക്ക് തെറ്റായ കാര്യമാണ് അതൊക്കെ, ഒന്നും സ്വീകരിക്കാൻ പാടില്ല. ചിന്തിക്കാൻ നമുക്ക് കഴിവുള്ളത് കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല രാഷ്ട്രീയക്കാരായി പോകുന്നുണ്ട്. അതാണ് പ്രശ്നം. രാഷ്ട്രീയക്കാരനായി പോയാൽ ഇപ്പോൾ സത്യം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളിതിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയതിനാണ് സത്യം പറയാൻ എല്ലാവരും. ഞാൻ ഒരു പാർട്ടിയെ പറ്റിയല്ല, പത്രക്കാർക്കുള്ള ഏറ്റവും വലിയ ദൗർബല്യം ഞാൻ CPM പറ്റി പറഞ്ഞ നാളെ എഴുതും. എനിക്കതിലാണ് വിമർശനം. ഞാൻ ഒരു പാർട്ടിയെ പറ്റിയല്ല, എൻ്റെ പാർട്ടിയെ പറ്റി ഞാൻ ഒരിക്കലും ആക്ഷേപം പറഞ്ഞിട്ടില്ല, പറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അല്ല, ആലപ്പുഴ പത്രക്കാരുടെ ആ ഒരു തെറ്റത്തിനുള്ളിൽ ട്രിവാൻഡ്രത്തുകാർ ആവർത്തിക്കത്തില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് പറയേണ്ട അഭിപ്രായം പറയണ്ടേ? വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യങ്ങളിലെങ്കിലും ഐക്യരാഷ്ട്ര അസംബ്ലിയുടെ ഉദ്യോഗസ്ഥനല്ല വിശ്വപൗരൻ. അയാൾ ഒരിക്കലും വിശ്വപൗരനാവില്ല. അയാൾ ശമ്പളത്തിനും പൊസിഷനും വേണ്ടി ജോലിയെടുക്കുന്ന ആളാണ്. ആരായാലും ശരി, അത് ആവശ്യമായിരിക്കും. നെഹ്റു വിശ്വപൗരനായിരുന്നു, ഡോക്ടർ രാധാകൃഷ്ണൻ വിശ്വപൗരനായിരുന്നു, ടാഗോർ വിശ്വപൗരനായിരുന്നു, മഹാത്മാഗാന്ധി വിശ്വപൗരന്മാരിൽ വിശ്വപൗരനായിരുന്നു. അങ്ങനെ കുറച്ചധികം ആളുകൾ ലോകത്തുണ്ട്. ആ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതായി വരുന്ന പേരാണ് മഹാത്മാഗാന്ധിയുടെ പേര്. ശ്രീനാരായണ ഗുരു അതുപോലെ വിശ്വപൗരനുണ്ട്. എന്തുകൊണ്ട് ആ പേര് അങ്ങനെ ലോകത്തറിയപ്പെടുന്നില്ല? ഒന്നാമത് അദ്ദേഹം ഒരു ചെറിയ ഭാഷ മലയാളം സംസാരിക്കുന്ന ആളാണ്. രണ്ടാമത് ഫ്യൂഡൽ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ പൗരതുള്ളി രക്തം പോലും എഴുത്താതെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. ചരിത്രം എഴുതുന്നവരുടെ മുമ്പിൽ ശ്രീനാരായണ ഗുരു താഴ്ന്ന ജാതിക്കാരനാണ്, അവരെഴുതത്തില്ലത്. അല്ലെങ്കിൽ വിശ്വപൗരനാവേണ്ട ആളല്ലേ? അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ ആർജവവും അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള ജീവിത ഉപദേശങ്ങളുമൊക്കെ ഇന്ത്യയിൽ എത്ര പേര് ഇതുപോലെ ചെയ്തിട്ടുണ്ട്? എത്രയെത്ര സാമൂഹ്യ വിപ്ലവകാരികളെ അദ്ദേഹം വാർത്തെടുത്തു. സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, നമ്മുടെ ആലപ്പുഴ ജില്ലക്കാരനായിട്ടുള്ള TK മാധവൻ, ഇവരൊക്കെ അദ്ദേഹം വാർത്തെടുത്തതല്ലേ? സരോജിനി നായിഡുവിനെ, വാനമ്പാടി എന്ന് വിളിക്കപ്പെട്ട സരോജിനി നായിഡുവിനെ സ്വാതന്ത്ര്യ സമര സേനാനിയായും കവിയായും വാർത്തെടുത്തത് മഹാത്മാഗാന്ധിയാണ്. കുമാരനാശാനെ മഹാകവിയാക്കി ആശയങ്ങൾ പ്രദാനം ചെയ്തത് ശ്രീനാരായണ ഗുരുവാണ്. SNDP യോഗത്തിൻ്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവും 1903 സ്ഥാപിക്കുന്നത്. ജനറൽ സെക്രട്ടറി ഒന്നാമത്തേത് കുമാരനാശാനുമാണ്. നവോത്ഥാനത്തിൻ്റെ ശില്പികളാണവർ. ഇന്നത്തെ കേരളത്തെ വളർത്തിയെടുത്തവരാണവർ. അവരിൽ നിന്നും, ശ്രീനാരായണ ഗുരുവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നവോത്ഥാന നായകരായ ശിഷ്യന്മാരിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദേശീയ കോൺഗ്രസ് ഇവിടെ പ്രവർത്തിച്ചത്. തൊഴിലാളി പ്രസ്ഥാനമുണ്ടായത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ടായത്. പലതരം ഫിലോസഫികളുടെ സംഗമസ്ഥാനമാണ് ലോകം, ഇന്ത്യ, കേരളം. അതാണ് ഒരു സാഗരം പോലെയാണത്. ഒരു സമൂഹത്തിൽ എത്രയെത്ര തരം ചിന്താഗതികളുണ്ടോ അത്രയധികം ഫിലോസഫി ഉണ്ടാവും. അതിന് ഓരോന്നിനും ഓരോ പാർട്ടി ഉണ്ടാവും. പാർട്ടി ഒരുപാടുണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും കാഴ്ചപ്പാടുകൾ സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് പാർട്ടികൾ ഉണ്ടാകുന്നത്. ചിലപ്പം ചിലതിന് ആൾ കുറവായിരിക്കും, വിശ്വാസികളെങ്കിലും ആൾ കാണും. ഇവിടെ ഒരു പാർട്ടി വരും, ഫിലോസഫി വരും, വെറുതെ ഉണ്ടാകുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വർഗസമരത്തിൻ്റെ പ്രസ്ഥാനമാണ്. സി ദിവാകരൻ അത് ഓർമ്മിക്കാതെ തള്ളിപ്പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. തള്ളിപ്പറഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസം ഇല്ല. കാരണം കമ്മ്യൂണിസ്റ്റുമാരിപ്പോൾ തുടങ്ങുന്നത് തന്നെ നാളിതുവരെയുള്ള മാനവ ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം ഓർക്കാതെ പറഞ്ഞു പോയതാണ്. നല്ല ഫോമിലായിരുന്നു ഇന്ന്. ആ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയത് ഓർത്തോണ്ട് പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു എന്തായി പറഞ്ഞത്, അത് പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞത്. ബാക്കിയൊക്കെ പലതും നല്ല കാര്യമാണ്, ഞാൻ പറഞ്ഞതല്ല. അങ്ങനെയല്ലേ റഷ്യൻ വിപ്ലവം നടന്നത്, ചൈനീസ് വിപ്ലവം നടന്നത്, ക്യൂബൻ വിപ്ലവം, കൊറിയൻ വിപ്ലവം, വിയറ്റ്നാം വിപ്ലവമൊക്കെ നടന്നത് അങ്ങനെയല്ലേ? ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലൂടെ അഹിംസ മുറുകെ പിടിച്ച് ഇവിടെ അക്രമമൊന്നും ഉണ്ടായില്ലെന്നല്ല. എന്നാലും പൊതു സ്ട്രീം എന്ന് പറയുന്നത് അഹിംസയായത് മഹാത്മാഗാന്ധി വഴിയല്ലേ, മറ്റു പാർട്ടികളിലും ഉണ്ടായിട്ടില്ല അന്ന്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോരാട്ടം പരാജയപ്പെട്ടെങ്കിൽ ആ പോരാട്ടം നടത്തിയവർ തെറ്റുകാരാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല.
പോരാട്ടത്തിന് പിന്നെ ഉദ്ദേശങ്ങളുണ്ടാവും. ഉദ്ദേശം നല്ലതായിരിക്കും. അന്നത് കുറേ ആളെ ആകർഷിച്ച് കാണും. പിന്നീട് അതിനെ സാർവത്രികമായ അംഗീകാരം ചിലപ്പോൾ കിട്ടാതെ കൊണ്ട് അത് തെറ്റാണെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ള സമയം നേരത്തെ പറഞ്ഞു. എൻ്റെ സമയം കഴിഞ്ഞുവെന്നാണ് എൻ്റെ സംശയം. എനിക്ക് ഒരുപാട് സംസാരിക്കാനില്ല. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ശ്രീനാരായണ ഗുരു കാണുന്നതെല്ലാം സത്യമാണെന്ന് സമ്മതിച്ചു. കാണുന്നതെല്ലാം സത്യമാണ്. കാണാത്ത സത്യങ്ങളുണ്ടെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. അതും ശ്രീനാരായണ ഗുരു സമ്മതിച്ചു. കാണുന്ന ഒരു സത്യമല്ല, ഇതൊക്കെ മായയാണെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ചൂഷകന്മാരെ ആയിരക്കണക്കിന് വർഷങ്ങളായി ചൂഷകന്മാരുടെ ഭരണകൂടങ്ങളും തത്വശാസ്ത്രജ്ഞന്മാരും ന്യായീകരിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ മായയല്ലേ, പണ്ട് എഴുതി വച്ചിരിക്കുന്നതല്ലേ, ഇത് അനുഭവിച്ചേ പറ്റൂ. അല്ല, കാണാത്ത സത്യങ്ങളുണ്ട്. അതിൻ്റെ പേരാണ് ആശയങ്ങൾ എന്ന് പറയുന്നത്. അത് കാണാനൊക്കത്തില്ല, പക്ഷെ ആശയപ്രപഞ്ചമുണ്ട്. ഭൗതിക പ്രപഞ്ചവും ആശയപ്രപഞ്ചവും രണ്ട് പ്രപഞ്ചമുണ്ട്. രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ ഈ വിശ്വം എന്ന് പറയുന്നത്. ആ ഭൗതിക പ്രപഞ്ചവും ആശയപ്രപഞ്ചവും തമ്മിൽ നിരന്തരം ഡയലക്റ്റിക്കലായി വൈരുദ്ധ്യാധിഷ്ഠിതമായി ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുവഴി പുതിയ ആശയങ്ങൾ ഉണ്ടാവുന്നു. ആ ഏറ്റുമുട്ടലിലൂടെ ഭൗതിക പ്രപഞ്ചത്തിൽ പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആശയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആശയങ്ങളുടെ ഒരു പ്രപഞ്ചം സ്വന്തമായി നിലനിൽക്കാൻ കെൽപ്പുള്ളതാവും. ഭൗതിക പ്രപഞ്ചത്തിന് വ്യത്യാസപ്പെട്ട് ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ട്. അതാണ് ആശയ സാഗരവും നിങ്ങൾ പറയുന്നത്. ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ട്. അതിൽ നിന്ന് പുതിയ ആശയങ്ങളുണ്ടാവും. ലക്ഷോപലക്ഷം ആശയങ്ങൾ ഓരോ ദിവസവും ലോകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അറിയുന്ന പോലുമില്ല പലതും. ചിലതൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ. എല്ലാ ആശയങ്ങളും ആശയപ്രപഞ്ചം ഒരുമിച്ചും ഭൗതിക പ്രപഞ്ചവുമായി നിരന്തരം വൈരുദ്ധ്യാധിഷ്ഠിത സമ്പർക്കത്തിലാണ്. എല്ലാം വൈരുദ്ധ്യാധിഷ്ഠിതമാണ്. അതാണ് ശാസ്ത്രം. എന്തുകൊണ്ട് മുകളിലോട്ട് എറിയുന്ന ഒരു കല്ല് താഴോട്ട് വരുന്നുവെന്ന് ന്യൂട്ടനാണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി ആലോചിച്ചില്ലേ? കാരണം ഈ കല്ലിനെ ഒരു ശക്തി മേളിലോട്ട് പിടിക്കുന്നു. താഴോട്ട് പിടിക്കുന്ന ശക്തിക്ക് മേൽക്കൈ വന്നപ്പോൾ അത് താഴോട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ. മേലോട്ട് പിടിക്കുന്ന ശക്തിക്കാണ് മേൽക്കൈയെങ്കിൽ ശൂന്യാകാശത്തെ പേടകം പോലെ മേളിൽ പോയി നിൽക്കുന്നത്. ഇത് ശാസ്ത്രമാണ്. ഈ ശാസ്ത്രമാണ് കാർൽ മാർക്സ് അപ്ലൈ ചെയ്തത് സോഷ്യൽ സയൻസിൽ. ആ രണ്ട് വിപരീതങ്ങളാണ്. അത് പിന്നെ രക്തരൂക്ഷിതമായ വിപ്ലവം ശരിയാണോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. അതിലേക്കൊന്നും ഞാൻ കിടക്കത്തില്ല. എല്ലാം രക്തരൂക്ഷിതമാവണമെന്നുമില്ല. ഇതുണ്ട് ഇവിടെ. ഇത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം എന്തിനാ പട്ടിണിക്കെതിരായി പോരാടുന്നത്? സമ്പന്നന്മാരുള്ളത് കൊണ്ടല്ലേ, സമ്പന്ന വർഗമുള്ളത് കൊണ്ടല്ലേ. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നീതിയും ന്യായവുമായി ജീവിക്കാനുള്ള വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ളതല്ലേ. ജാതിയുടെ അതിക്രമങ്ങൾക്കെതിരെ പോരാടിയില്ലേ മഹാത്മാഗാന്ധി? അദ്ദേഹം ചാതുർവർണ്ണ വ്യവസ്ഥ, ജാതി വ്യവസ്ഥ അത് ഇല്ലാതാക്കാൻ പറ്റുമോ, മനുഷ്യരുടെ സ്വഭാവമല്ല എന്നൊക്കെ ചോദിച്ചു. ശ്രീനാരായണ ഗുരു ശരിയായ മറുപടിയൊക്കെ പറഞ്ഞു. ഗാന്ധിജിയെ സ്വാധീനിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് തന്നെ ഹരിജൻ. ഇപ്പോൾ ഹരിജൻ എന്ന് പറയാൻ പാടില്ലെങ്കിലും അന്ന് ഹരിജൻ എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ അടിസ്ഥാന വർഗത്തിന് വേണ്ടിയാണ് മഹാത്മാഗാന്ധി നിന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിലും കാഴ്ചപ്പാടിലും ഒന്നും യാതൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിന് വിശ്വാസങ്ങളതായിരുന്നു. അദ്ദേഹം ഒരു സനാതന ഹിന്ദുവായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ രാമൻ മാത്രമല്ല അള്ളാഹുണ്ടെന്ന് ആദ്യമായി ഇന്ത്യയിൽ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അതുകൊണ്ടാണ് വെടിവെച്ച് വന്നത്. അങ്ങനെ പറഞ്ഞാലേ വെടിവെച്ച് വന്നത്. രാമൻ മാത്രമല്ല അള്ളാഹുണ്ട് എന്ന് മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് വെടിവെച്ച് വന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ദേശീയ പതാക ഉയരുമ്പോൾ, ആദ്യമായി ഉയരുമ്പോൾ, മഹാത്മാഗാന്ധി ഹിന്ദു മുസ്ലിം വർഗീയ കലാപത്തിൽ മരിച്ചവരുടെ കബന്ധങ്ങളുടെ ഇടയിലൂടെ കാൽനടയായി സഞ്ചരിക്കുകയാണ്. അദ്ദേഹം ആ ചടങ്ങിന് പോയില്ല. അധികാരം അദ്ദേഹത്തെ ഒരിക്കലും ആകർഷിച്ചില്ല. അതുകൊണ്ട് ആരും അധികാരത്തിൽ പോകരുതെന്നും പറഞ്ഞു. അധികാരം ഉണ്ടായാൽ അവിടെ ഇരിക്കാൻ യോഗ്യൻ നെഹ്റുവാണെന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞു. ഭാരതരത്നം എന്ന പേരും കൊടുത്തു. മഹാത്മാവെന്ന പേര് മഹാത്മാഗാന്ധിക്ക് കൊടുത്ത ടാഗോറാണ്. ടാഗോറിനെയും സരോജിനി നായിഡുവിനെയൊക്കെ വാർത്തെടുക്കുന്നതിൽ മഹാത്മാഗാന്ധി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കുമാരനാശാനെ വാർത്തെടുക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പങ്കിനെപ്പറ്റി ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു സാധാരണ മഹാന്മാരല്ല, അതിമഹാന്മാരാണ്.
മഹാന്മാരുടെ മഹാന്മാരാണ്. അവർ ഇന്ത്യക്കാരായിരുന്നു, ഒരാൾ കേരളീയനായിരുന്നു എന്നോർക്കുമ്പോൾ നമുക്ക് വലിയ വലിയ സന്തോഷമാണ്, അഭിമാനമാണ്. എക്കാലവും നമുക്ക് അഭിമാനമാണ് എന്നുള്ളതാണ്. മഹാത്മാഗാന്ധി ഒരു വിശ്വപൗരനായി ഈ ലോകമുള്ള കാലത്തോളം നിലനിൽക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വർഗസമരങ്ങൾ അക്രമാസക്തമോ അല്ലാതെയോ ആവട്ടെ, അത് കൂടി മാത്രമേ അടിസ്ഥാന വർഗത്തിന് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഭരണകൂടത്തിലും സ്ഥാനമുണ്ടാവൂ എന്ന് പറഞ്ഞ മഹാനായ മാർക്സ് കമ്മ്യൂണിസം എന്ന് വിവക്ഷിച്ച ആ വ്യവസ്ഥ, ദരിദ്രീകരിക്കപ്പെട്ട ആ വ്യവസ്ഥയിൽ അവിടെ പട്ടാളമില്ല, പോലീസില്ല, കോടതിയില്ല, ഒന്നുമില്ല, രാഷ്ട്രീയ പാർട്ടികളില്ല, മാർക്സിസ്റ്റ് പാർട്ടി പോലുമില്ല. ഓരോ മനുഷ്യനും സ്വന്തമായ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു മനുഷ്യരെ പോലെ ചിന്തിക്കുന്നു. ആരും തമ്മിൽ വൈരുദ്ധ്യമില്ലാത്ത ഒരു കാലമാണ്. അന്ന് വൈരുദ്ധ്യങ്ങളെല്ലാം സോൾവ് ചെയ്തിരിക്കും. സാമ്രാജ്യത്വമില്ല, കോളണിയില്ല, ഒന്നുമില്ല. അതാണ് കമ്മ്യൂണിസം, അതാണ് മാർക്സ് ഏറ്റവും ഒടുവിൽ അതാണ് വിഭാവന ചെയ്തത്. അത് ശരിക്ക് മനസ്സിലാക്കുമ്പോൾ അതിലേക്കുള്ള ആ ഉന്നതമായ സാമൂഹ്യ സമത്വത്തിൻ്റെ 100% മേനി വിളയുന്ന ആ കാലത്തേക്ക് എത്രയോ നൂറ്റാണ്ടുകൾ എടുത്താലേ മനുഷ്യനെത്തുകയുള്ളൂ. ഉടനെ ഒന്നും എത്തില്ല. അതിലേക്കുള്ള മാർഗം മാത്രമാണ് സോഷ്യലിസം എന്നൊക്കെ പറയുന്നത്. ആ മാർഗം തന്നെ 10-70 വർഷം നന്നായി നോക്കിയ ശേഷം അവസാനം സോവിയറ്റ് യൂണിയൻ എന്തായി? തകർന്നു ഇരിപ്പണായില്ലേ? ഇല്ലാതായി പല പല രാജ്യങ്ങളായി മാറിയില്ല. 15 റിപ്പബ്ലിക്കുകൾ 15 പോയില്ലേ? അന്ന് USSRലെ ഒരു പ്രധാന റിപ്പബ്ലിക്കായിരുന്നു റഷ്യയോടൊപ്പം, റഷ്യൻ ഫെഡറേഷനോടൊപ്പം യുക്രൈൻ തമ്മിൽ യുദ്ധമാണിപ്പോൾ. ഒറ്റ റിപ്പബ്ലിക്കുകളുടെ യൂണിയനാണ് USSR. റിപ്പബ്ലിക്കുകളുടെ യൂണിയനാണ്, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്. 16 റിപ്പബ്ലിക്കായിരുന്നു, അതിൻ്റെ യൂണിയനായിരുന്നു. നമുക്ക് ഇന്ത്യ യൂണിയൻ, 30 സ്റ്റേറ്റുകളുടെ യൂണിയൻ എന്നൊക്കെ പറയുന്നത് പോലെ. ഇവർ തമ്മിൽ യുദ്ധമല്ലേ? അപ്പോൾ ആ സങ്കല്പങ്ങൾ, ആ കാഴ്ചപ്പാടിടയ്ക്ക് ബ്രേക്കായി. പക്ഷെ കാഴ്ചപ്പാട് തെറ്റുന്നില്ല. ആ കാഴ്ചപ്പാട് മനുഷ്യൻ്റെ മാനവികതയ്ക്കുള്ള അന്തിമമായിട്ടുള്ള യോജിപ്പിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് പേര് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, അത് അബദ്ധമായിപ്പോയി എന്നൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ചൗരയിൽ ആക്രമണമല്ലേ നടന്നത്. അപ്പോൾ ഗാന്ധിജി അത് ഉദ്ദേശിച്ചല്ല, കൊണ്ട് അദ്ദേഹം സമരം വിളിച്ചത്രേ ഉള്ളൂ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നമ്മൾ ബഹുമാനിക്കുന്നില്ല, അദ്ദേഹം ആയുധമെടുത്ത് പോരാടാനല്ലേ പറഞ്ഞത്. അങ്ങനെ പലരും ചെഗുവേര എങ്ങനെ പോരാടിയത്? ചെഗുവേരയുടെ പടവാട്ട് ഉടുപ്പിൽ നമ്മുടെ ചെറുപ്പക്കാർ നടക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാർ പോലും ചെഗുവേരയെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലായി, പല പല രീതികളുണ്ട്. ആ രീതികളെയെല്ലാം അംഗീകരിച്ച് സമന്വയിപ്പിച്ച് ശാന്തിയും സമാധാനവും നമ്മുടെ നാട്ടിലും ലോകത്തും ഉണ്ടാകുന്നതിന് വേണ്ടി ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മഹാനായ ഗാന്ധിജി അമ്പലപ്പുഴ കരുമാടി, അന്നൊരു സത്രം ഉണ്ടായി, രാജാവ് അവിടെ വന്നിരുന്നു. ഈ കേരളം മൊത്തം സഞ്ചരിച്ച കാലത്താണ്. ഗാന്ധിജിയുടെ പേരിൽ അവിടെ ഒരു ചെറിയ ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ടായി. അത് പൊളിഞ്ഞു പോയി പിന്നീട്, അനുസരിച്ചിട്ട്. അപ്പോൾ വളരെ മനോഹരമായ ഒരു റെസ്റ്റ് ഹൗസ് അവിടെ പണിഞ്ഞിട്ടുണ്ട് പുതുതായിട്ട്. അപ്പോൾ ആലപ്പുഴയിലും വന്നിരുന്നു. ശ്രീനാരായണ ഗുരു വയലാറിൽ കളവങ്കോടത്താണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഒന്നാമത്തെ SNDP യോഗത്തിന് ഒന്നാമത്തെ ശാഖ സ്ഥാപിച്ചിരിക്കുന്നത് കുട്ടനാട്ടിലെ, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ എന്താ പറയുക, നീലമ്പേരൂരാണ്. അദ്ദേഹം ആലപ്പുഴ ടൗണിലെ ആ മഹാക്ഷേത്രത്തിൽ പന്തിഭോജനം നടത്തിയിരുന്നു, കിടങ്ങാമറ മൊയ്താനിയിൽ. അങ്ങനെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ചവരാണ് ഇവർ, സഞ്ചരിച്ച് സത്യം കണ്ടെത്തിയവരാണ്. ഒരിടത്തിരുന്ന് പുസ്തകങ്ങൾ മാത്രം വായിച്ചല്ല, മനുഷ്യരിലേക്ക് ഇറങ്ങി യഥാർത്ഥ സത്യം കണ്ടെത്താൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായി അവരുടെ അനുഭവം വളരെ സമ്പന്നവും സത്യവുമുള്ളതായിരുന്നു. സനാതനമായ മൂല്യങ്ങളിൽ ഗാന്ധിജി വിശ്വസിച്ചു. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ RSS ആണെന്ന് പലരും തെറ്റായിട്ട് പറയുകയാണ്. അവരുടെ ധാരണ അവരാണ് സനാതനധർമ്മമാർക്ക്, അവർക്ക് യാതൊരു ബന്ധവുമില്ല.
സനാതനധർമ്മം എന്ന് പറയുന്നത് വേദത്വങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കാഴ്ചപ്പാടാണ്. വേദിക് കാലഘട്ടത്തിന് മുമ്പുണ്ടായതാണ്. വേദിക് കാലഘട്ടത്തിലാണ് ചാതുർവർണ്ണ്യം വന്നത്. ചാതുർവർണ്ണ്യം വേദിക് കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ്. അതിന് മുമ്പ് ഉപനിഷത്തുകളുണ്ടായിരുന്നില്ല. ഞാൻ മാത്രമാണ് പകർത്തിയത്. അത് നിങ്ങൾക്ക് അതുപോലെ പകർത്താൻ പറ്റില്ല. അത് അദ്ദേഹത്തിന് മാത്രമേ പറ്റൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പലതും നമുക്ക് പാലിക്കാം. നമുക്ക് കള്ളുകുടിക്കാതിരിക്കാമല്ലോ. അത് പാലിക്കാൻ വളരെ വിഷമമുള്ള കാര്യമൊന്നുമല്ലല്ലോ. കള്ളുകുടിയന്മാർക്കും അത് വിഷമിക്കേണ്ട കാര്യം. കുറച്ച് ദിവസമൊക്കെ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് നിൽക്കും. ആരോഗ്യത്തിന് നല്ല കുടിക്കാതിരിക്കുന്നത്. കള്ളം പറയാതിരിക്കാമല്ലോ. ഗാന്ധിജിക്ക് കള്ളം പറയാതിരിക്കാം, നമുക്ക് പറയാതിരിക്കാം. അങ്ങനെ എന്തെല്ലാം നമുക്ക് വർഗീയത പറയാതിരിക്കാമല്ലോ. മുസ്ലിങ്ങളെ ഹറാമായിട്ട് തള്ളാതിരിക്കാമല്ലോ. അവർ രാജ്യത്തെ ജനങ്ങളല്ലേ, 10-22 കോടിയല്ലേ അവർ. നിങ്ങളത് ചിന്തിച്ചതൊക്കെ. ആ വിഭജനത്തിന് ഗാന്ധിജി എതിരായിരുന്നു. ഗാന്ധിജി വിഭജനത്തോട് ചോദിച്ചിട്ടില്ല. ഗാന്ധിജിയുടെ ഒപ്പുവെക്കാനൊന്നും പോയതുമില്ല. പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയും കൂടി ഒരുമിച്ചായിരുന്നെങ്കിൽ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിപ്പോൾ. ഇവിടെ 140 കോടി, ഇപ്പോൾ 20-25 കോടിയുണ്ട് പാകിസ്ഥാന്, 10-22 കോടിയാണ് ബംഗ്ലാദേശിൽ. അപ്പോൾ എത്രയായി? ഏതാണ്ട് 200 കോടി ജനങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ രാജ്യം. അങ്ങനെ ഒരു രാജ്യം ഉണ്ടാകാതിരിക്കാനാണ് ബ്രിട്ടീഷുകാർ ഇതിനെ ഭിന്നിപ്പിച്ചത്. അവരാണ് ഇതിനെ വിഭജിച്ചത്. എല്ലാവരും സ്വയംവിമർശനം നടത്തേണ്ടതാണ്. അന്നുണ്ടായിരുന്നവരെല്ലാം അതിനോട് യോജിച്ചില്ലേ? ഗാന്ധിജി അതിനോട് യോജിച്ചില്ല. അദ്ദേഹത്തിന് അടിപിടിക്കൊന്നും പോകുന്ന ആളല്ലാത്തതുകൊണ്ട് അദ്ദേഹം മാറി അങ്ങ് നടന്നു, അത്രയേ ഉള്ളൂ. അധികാരത്തിൽ പങ്കുപറ്റാനും പോയില്ല. പക്ഷേ അധികാരം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അധികാരം ഭരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അന്ന് കേരള യൂണിവേഴ്സിറ്റി അവിടെ വെച്ച് കുറച്ച് ഏത് ഭാഷയിലാണ് കുറച്ചതെന്നാണ് ചർച്ച. റഷ്യക്കാർ പറഞ്ഞ് ഞങ്ങളുടെ ഭാഷയിലാണ് ഞങ്ങളുടെ വെട്ടി കുറച്ചത്. പിന്നെ മനുഷ്യൻ പോയി, യൂറികാരൻ പോയി, വലണ്ടീന തെരസ്കോവ് പോയി. ഇന്നിപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. ഇന്ത്യക്ക് നല്ല പവറായി വരികയാണ്. നമ്മളിന് സ്വന്തമായി ആളിനെ അയച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അമേരിക്കയുടെ സഹായത്തോടൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ പുരോഗതിയല്ലേ ഉണ്ടാകുന്നത്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ശൂന്യാകാശമൊന്നും പാനക്കില്ല. വഴക്കം വയ്യാവൻ യുദ്ധവും നടന്ന മനുഷ്യർ ശൂന്യാകാശവും യുദ്ധം നടത്തത്തില്ലെന്ന് എന്താ ഉറപ്പ്? അവിടെ യുദ്ധം നടത്തിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതായി പോകും. കാരണം ഒരു പ്രത്യേക ക്രമത്തിലാണ് നിൽക്കുന്നത്. എല്ലാം ഇല്ലാതായി പോകും. അപ്പോൾ ഇത്തരം ചിന്താഗതികളൊക്കെ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൽ നിന്ന് നമുക്ക് അനോട്ടേറ്റ് ചെയ്തെടുക്കാം. ഇതിനെപ്പറ്റി ശൂന്യാകാശത്തെപ്പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരെ പറ്റിയുള്ള സംവാദം നമുക്കെന്നും ആവശ്യമാണ്. അത് നമ്മുടെ മാനസികാരോഗ്യവും സാമൂഹികാരോഗ്യവും രാഷ്ട്രീയാരോഗ്യവും നാടിൻ്റെ ദേശാഭിമാന ഭരിതമായ ആരോഗ്യവും നിലനിർത്തും. മാനവികത നിലനിർത്തും. സത്യം നിലനിർത്തും. അന്യസ്പർദ്ധ ഇല്ലാതാവും. ഏകോദര സഹോദരങ്ങളാണെന്ന ബോധമുണ്ടാവും. ഇതെല്ലാം വിദ്യാലയങ്ങൾ കൂടി നമ്മൾ പഠിക്കണം. വിദ്യാഭ്യാസ സമ്പ്രദായം തികഞ്ഞ പരാജയമാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസം തികഞ്ഞ പരാജയമാണ്. മാർക്ക് വാങ്ങുന്ന വിദ്യാഭ്യാസം, അതിനുവേണ്ടി മത്സരിക്കുകയാണ്. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുട്ടികൾ ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ടാണ് വരുന്നത്. കൂട്ടമായിട്ട് ഇങ്ങനെ വരുന്നതാണ്. മനുഷ്യത്വം എവിടെ? നീതിശാസ്ത്രങ്ങൾ തിരുത്തിക്കുറിക്കുവാൻ നീളത്തുടിക്കും പ്രതിജ്ഞാകുലങ്ങളെ എന്ന് വയലാർ രാമവർമ്മ ഒരു കവിതയിൽ പുതിയ തലമുറയെപ്പറ്റി പറഞ്ഞു. ഞാനതൊരിക്കൽ അസംബ്ലിയിൽ പ്രസംഗിച്ചു. അപ്പോൾ ശബരിനാഥൻ്റെ പിതാവാണ് സ്പീക്കറായിരിക്കും. അദ്ദേഹം എന്നോട് ചോദിക്കുക, ആ വിദ്യാർത്ഥി ഇപ്പോൾ ഉണ്ടോ സുധാകരൻ സാറേ? അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചത്, അങ്ങനെ വിദ്യാർത്ഥി ഉണ്ടോ? നീതിശാസ്ത്രങ്ങൾ തിരുത്തിക്കുറിക്കാൻ നീളത്തുടിക്കും പ്രതിജ്ഞാകുലങ്ങളെ ഉണ്ടോ? മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ മധുര സ്വപ്നങ്ങളെ എന്നൊക്കെ വയലാർ പറഞ്ഞു. അവരിപ്പോഴും ഉണ്ട്. അവരെ വേറെയാക്കി മാറ്റുന്നത് അപജയം വന്ന കേരള രാഷ്ട്രീയമാണ്, ഭാരത രാഷ്ട്രീയമാണ്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തകരാറായിട്ട് കാണരുത്. ഇന്ത്യൻ രാഷ്ട്രീയം നിരാശാജനകമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇവിടെ LDF UDF രണ്ടും ജനാധിപത്യം വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളായതുകൊണ്ട് സന്തോഷപ്രദമാണെങ്കിലും നമ്മളും മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ എന്താ പറയുന്നത്, സാമൂഹികമായ ഒരു തകർച്ച, ഒരു ഇടർച്ച, സമൂഹം തെറ്റിലേക്ക് മറിയുന്നു, പരസ്പരം കൊല്ലുന്നു, ഉപദ്രവിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ വളരെ വളരെ കുറവല്ലേ? ഇപ്പോൾ ഇല്ലല്ലോ കാര്യമായിട്ടൊന്നും. ഇതേപ്പറ്റി എല്ലാവരും ചിന്തിക്കണം. ശ്രീനാരായണ ഗുരു നമ്മളെ നയിക്കും, മഹാത്മാഗാന്ധി നമ്മളെ നയിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പരിപാടിക്ക് വിളിച്ചതിൽ.
നിങ്ങളോടുള്ള ലിജുവിനോടും സതീശനോടും എല്ലാമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമ്മുടെ സമ്മേളനം പെട്ടെന്ന് അവസാനിക്കും. 6:37 നോമ്പ് തുറയുണ്ട്. അതിനു മുമ്പ് നമുക്ക് അവസാനിപ്പിക്കാൻ നിർബന്ധിതരാണ്. അടുത്തതായി നമുക്ക് പ്രിയപ്പെട്ട ബാലേന്ദ്രൻ സാർ